ഹോ ജാവേ തോരത്തിൽ തരികട മുല്ലത്തൈ തടകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ തടകി മനത്ത സമയത്ത് ഓമൈ ഹോ ജാവേ തടകി മനത്ത സമയത്ത് ഓമൈ ഹോ. ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തളവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ, വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല ആളുകൾ കാണും. നാറി മേലിൽ ആവർത്തിക്കരുത്. മേലിലാവർത്തിക്കാണ്ട് തലയിലാവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല, ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്ക് വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക. നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാ പറ്റില്ല, നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട, രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെ. എന്താ? അതെയോ? എന്നാ പോവാ. സൂര്യ നെല്ലിക്ക. ഇയാള് ഇവിടെ പോയി കിടക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റ്. ഞാനവിടെ താമസിക്കുന്നുണ്ട്, വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി, ശല്യം മാത്രം ഉണ്ടാവൂല. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഞാൻ വെള്ളം ഇവിടെ നിർത്തി. അയ്യോ അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാൽ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ തരും. വേഗം ചെല്ലേ ഞാൻ താമസിക്കാൻ നോക്കാം. അല്ല, താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല, ഞാനങ്ങനെ വെളിയിലിറങ്ങുന്ന സൈസ് അല്ല. ശരി. അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ പോയാ, ഇനി കുളിച്ച് കയറാം. ഡോക്ടർ വന്നോ? ചെല്ലുവാഞ്ഞ വേഗം ചെല്ല. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടി ഇല്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ. പോ. സാർ, മുകളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? എന്റെ ഒരു സന്തോഷത്തിന്. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ? നീ ആരടാ? കിരീടമില്ലാത്ത രാജാവോ? ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കൂ. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ. ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു. ഓക്കെ. ഓ, അത് ശരി, ഫ്രാഡാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാണോ? താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ആം ആൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ഓൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുവിനെയും രാധയും ഷീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി വന്നൂടെ? ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റ മുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേണ്ടെന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ? കൈകൊട്. കക്കാനറിയാം, പക്ഷേ നിൽക്കാനറിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാനോ?
ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവുമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാലന്റെ നാട് എവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, യെസ്, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റമുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിതാവസാനം വരെ ഇനിയിപ്പോ എത്ര വലിയ എഞ്ചിനീയർ ആയാലും, ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണ സ്ഥലത്തെ ഞാൻ താമസിക്കൂ, താണ നിലത്തെ നീരോടൂ. തപസിരുന്നേ പൂവിരിയൂ താണ നിലത്തെ. ഒരു മുട്ടപ്പില്ല, താൻ താഴെ കിടന്ന് തപസ് ചെയ്തോ, ഞാൻ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ. പക്ഷേ താൻ ഡോക്ടർ അല്ല, വെറും ബ്രോക്കർ ആണെന്ന് ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിൽ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്നെ സുഖിപ്പിക്കണ്ട. എവിടത്തെ എഞ്ചിനീയറാന്നാ പറഞ്ഞത്? അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല, സ്ഥലം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോ പള്ളിമുക്കില്ല. ശരി, എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം. എനിക്കിന്ന് ഉറക്കം വരും തോന്നില്ല. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോ. ബാല ബാലനല്ലടാ കാല. സോറി ബാല. കോട്ട കണ്ണിട്ട് നോക്കും കാക്കേ, നിന്റെ വീട്ടിൽ 2 വർത്താനം കാക്കേ. കാക്കേ, മേളിൽ രാവിലെ ആളനൊക്കെ കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തന്നെ ചത്തോ? നീ എന്നെ പേടിപ്പിക്കാടാ. വാ പോയി നോക്കാം. കൈ കഴിയാ മുണ്ട് താത്ത. ഷോപ്പിന് ഭയങ്കര ഓട്ടൻ. വിദ്യാഭ്യാസത്തിന്റെ ഗുണ ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ. സയാമി സിരട്ടകൾ തോറ്റുപോകും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്ന ഉരുണ്ട് വീഴും മോനെ. ഉമാർക്ക് നല്ല ഒരല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോ? പട്ടി, നീ എന്തെങ്കിലും പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? ഇവന്മാർ ഉറങ്ങി. രാഘവ, രാഘവ. ഓ എന്താ ഇവിടെ? ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തികേടുള്ള ബിൽഡിങ്. അത് ഈ തേപ്പും കൂടി കഴിഞ്ഞാ ഒന്നും കൂടി വൃത്തിയാവും. നേരെ നേരെ. ഒന്ന് മാറിയെന്നെ. ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്ക. നല്ല കാര്യ. അതിന് താക്കോല് കാണാൻ. അത് ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലിനീനം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ. താക്കോൽ പിടിക്കാൻ. എല്ലാത്തിനും ഇടിക്കും ഞാൻ. എന്താ ഒരു ശബ്ദം? എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ ചേട്ടനോട് പറയും? എന്നായാലും എല്ലാം അറിയേണ്ട മനുഷ്യനല്ലേ നിക്കണ. നീ അങ്ങ് പറ മോനെ. ഞാനത് എങ്ങനെ പറയും താത്ത? പറഞ്ഞു തൊളിക്കടാ. ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. ചേട്ടത്തെയും സീതയും അറിയണ്ട. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുക. ഒരു കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം. വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി 2 വൃത്തികെട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നൂ. ചെലങ്കയുടെ ശബ്ദം. കേട്ടോ. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമൻ നടത്താൻ. രോമമല്ല താത്ത, ഹോമം. 1000 രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? രാഘവ, നീ ചെലങ്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? എടാ കൊത്ത, നീ ഓവറാകരുത്. നീ ആരും മണിച്ചിത്രത്തായ. വാതിൽ തുറക്കാൻ. എന്തിനാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്? അകത്തെനിക്ക് കുറ്റിയിടാൻ പറ്റാത്തോണ്ടാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. ഒരു കാര്യം ചെയ്യാം, അകത്തുള്ള കുറ്റിയെടുത്ത് പുറത്ത് വെച്ചുതരാം. അത് ഇന്ന് പുറത്ത് വെക്കേണ്ട. ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയാട്ടെ. മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് കാര്യം? എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ്. കുടുംബത്തിൽ പറവുന്ന ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. ഓക്കെ, അറിയില്ല. അത് ചേട്ടന്റെ മോളാ സീത. പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. ഇവളുടെ പ്രശ്നത്തിലാണ് വെട്ട് തുടങ്ങിയത്. എന്റെ ചേട്ടൻ 6 പേരുടെ കഴുത്താ വെട്ടിയത്. നോട്ടം അത്ര ശരിയല്ല. ഈ വെട്ടും വട്ടും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസം എന്ത് സുഖകരമായിരുന്നു. ശരിയാ ബാല.